ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് കുഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്താലും എൻ്റെ ഒപ്പം ഇങ്ങനെ വന്ന് നിൽക്കും, മുട്ടി ഉരുമി എന്താ ചെയ്യണമെന്ന് നോക്കി നിന്നാലാണ് പുള്ളിക്കാരനൊരു സമാധാനമുള്ളൂ. നമ്മളിപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ ആ ചിക്കൻ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് നല്ലപോലെ പിഴിഞ്ഞ് ചിക്കനിൽ നല്ലപോലെ പുരട്ടി വെക്കണം. ഒരു 5 മിനിറ്റ് പുരട്ടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കഴുകണം. അപ്പോൾ ആ ചിക്കനൊരു സ്മെല്ലുണ്ടല്ലോ, അത് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ആ നാരങ്ങയുടെ പിഴിഞ്ഞ ഇതുണ്ടല്ലോ, അത് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം കഴുകുമ്പോഴും ആ പാത്രത്തിനൊക്കെ നാരങ്ങയുടെ ഒരു സ്മെല്ല് കിട്ടും. ഇനി ഒന്നുകൂടെ നമുക്ക് ആ ചിക്കൻ വീണ്ടും കഴുകിയെടുക്കാം. നല്ലപോലെ നാരങ്ങ പുരട്ടി വെച്ചായിരുന്ന ചിക്കൻ ഒന്നുകൂടി നല്ലപോലെ കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ മണം മാറും. അപ്പോൾ നമുക്കത് വാലാൻ വയ്ക്കും. വെള്ളം വാർന്നു പോകാനായിട്ട് നമ്മൾ വെച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് വാർക്കുന്നത് ഞങ്ങളൊക്കെ ഇപ്പോഴും നാട്ടിലെ പോലെ ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ രീതികളൊന്നും അറിയില്ല. അവരിങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് ഒരു തുളയുള്ള പാത്രത്തിലേക്ക് ഊറ്റല്ലേ ചെയ്യണം. പക്ഷെ ഞങ്ങളിപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ചിക്കനുള്ള പൊടിവർഗ്ഗങ്ങളൊക്കെ എടുത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് നല്ല പോലെ പൊട്ടണം. കടുക് നല്ലപോലെ പൊട്ടിയില്ലെങ്കിൽ ആ ഒരു കയ്പ്പുണ്ടാവും. പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള എല്ലാം അരിഞ്ഞിട്ടപ്പോഴത്തേക്ക് ആളിതേ എൻ്റെ തോളത്ത് കയറിയേ. പുള്ളീനെ കൈ പിടിച്ചുകൊണ്ട് വേണം ഇനി ബാക്കിത്തെ ചെയ്യാനായിട്ട്. 2 മിനിറ്റ് എടുത്താൽ മതി, പിന്നെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളൂ. പക്ഷേ എടുക്കാൻ പറയുമ്പോൾ എടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഇനി നമുക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഒരു കൈയളവാണ്. കുറച്ച് മസാല, ഇറച്ചി മസാല നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇടണം. എല്ലാത്തിനും നമുക്കൊരു കൈയളവുണ്ട്. എരിവൊക്കെ നമ്മുടെ പാകമുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ പാകമാണല്ലോ. ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വരട്ടി യോജിപ്പിച്ചെടുക്കണം. അതേപോലെ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വരട്ടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ഒരു കൈയളവ് ഒരു പാകത്തിന് ഇടുക. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിൻ്റെ അളവുണ്ടല്ലോ, അതനുസരിച്ച് ഇടുക. നല്ലപോലെ ഒന്ന് വരട്ടി ആ എണ്ണ തെളിഞ്ഞ് കറുത്ത് വരുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചിക്കൻ അതിനകത്തേക്ക് നമ്മൾ വരട്ടി നമ്മൾ ആ വാലാൻ വെച്ചേക്കണ ചിക്കൻ നമുക്ക് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി ആ മസാലയും ആ എണ്ണയും ചിക്കനും എല്ലാം കൂടെ നമ്മൾ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ആ എണ്ണയും ആ ചിക്കനിലൊരു വെള്ളം ഉണ്ടാവും. നമ്മൾ കഴുകി വാലാൻ വെച്ചതാണെങ്കിലും ചിക്കനിലൊരു വെള്ളം ഉണ്ടാവും, അത് മതി. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ നല്ലപോലെ വെന്ത് സെറ്റായി വരുന്നുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചാറ് വേണമല്ലോ. ചാറിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ, ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ട് 1-ാം പാല് 2-ാം പാല് അങ്ങനൊന്നും ആവശ്യമില്ല. പാലെടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇഷ്ടമുണ്ടല്ലോ. ചിലർക്ക് ഇങ്ങനെ വരണ്ടിരിക്കണതാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ച് ചാറായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കുറച്ച് ചാറ് ആയിട്ട് വരാനാണെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വരട്ടിയെടുക്കുന്നവർക്ക് വരട്ടിയെടുക്കാം. ഞങ്ങളിങ്ങനെ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നല്ല പോലെ വെന്ത് തിളച്ച് ഇപ്പോൾ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയുടെ മണം. നമുക്കിനി അത് കഴിച്ചാലോ?